ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹരാ ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. റിതം ഓഫ് ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസം ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായിരുന്നു നോക്കിയിരുന്നത്. ഇനി മുതൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഈ രണ്ടാമത്തെ അധ്യായം മുതൽ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് കരുതി ആദ്യത്തെ അധ്യായം പ്രാധാന്യമില്ല എന്നല്ല, ഉണ്ട്. എങ്കിലും ബാക്കിയുള്ള അധ്യായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിന് വലിയ പ്രാധാന്യമില്ല. ആ ആദ്യത്തെ അധ്യായത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു മുഖവുര മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന പാണ്ഡവരും കൗരവരും. പാണ്ഡവരിലെ വില്ലാളി വീരനായ അർജുനൻ്റെ തേർ തെളിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. പാണ്ഡവരുടെ രാജ്യം കൗരവർ വിട്ടുകൊടുക്കില്ല എന്ന് വന്നപ്പോൾ യുദ്ധമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അവർ ചിന്തിക്കുകയും തുടർന്ന് യുദ്ധത്തിനായി ഒരുങ്ങുകയും ചെയ്യുന്നു. ധീരനും വില്ലാളി വീരനുമായ അർജുനൻ ഭഗവാനോട് പറയുന്നു, എൻ്റെ ഈ തേര് ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി നിർത്തൂ കൃഷ്ണ. എന്നോടും എൻ്റെ കൂടെയുള്ളവരോടും യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ള മറുപക്ഷത്തെ അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ ഞാനൊന്ന് കാണട്ടെ എന്ന് അർജുനൻ വളരെ ധൈര്യപൂർവമായി പറയുകയും യുദ്ധത്തിനായി ഒരുങ്ങുകയും ചെയ്യുന്നു. അതുപ്രകാരം ഭഗവാൻ ആ തേര് ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി കൊണ്ടു നിർത്തുന്നു. തുടർന്ന് അർജുനൻ ഇരുഭാഗത്തെ സൈന്യങ്ങളെയും നോക്കുന്നു. മറുപക്ഷത്തുള്ള സൈന്യത്തെ കണ്ടപ്പോൾ അവരെല്ലാം തന്നെ തൻ്റെ ബന്ധുജനങ്ങളാണല്ലോ എന്നോർത്ത് അർജുനൻ വിഷണ്ണനായിത്തീരുന്നു. ഇവരോടാണല്ലോ ഞാൻ വെറും ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നെല്ലാം ഓർത്ത് അർജുനൻ വളരെ വിഷമത്തിലാകുന്നു. അർജുനൻ തളർന്ന് ആ തേർത്തട്ടിൽ ഇരിക്കുകയും ഭഗവാനോട് ആ യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ട പല ന്യായീകരണങ്ങളും നിരത്തുന്നു. പല ചോദ്യങ്ങളും ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നു. എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഭഗവാൻ അർജുനനുള്ള മറുപടി കൊടുക്കുന്നില്ല. എന്നാൽ ഇനി വരുന്ന അധ്യായങ്ങളിൽ അർജുനനുള്ള മറുപടിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഈ മറുപടിയാണ് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയും കൊണ്ടു നടക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരു ജീവിത മാർഗരേഖയാണ് അല്ലെങ്കിൽ ഒരു കൈപ്പുസ്തകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗം. ആദ്യത്തെ ശ്ലോകം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, തഥാ മുൻ പറഞ്ഞ പ്രകാരം, കൃപയാൽ ആവിഷ്ടം ബാധിക്കപ്പെട്ടവനായി, അശ്രുപൂർണാകുലേക്ഷണം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയവനായി, വിഷീദന്തം ഏറ്റവും വിഷാദത്തോടു കൂടിയിരിക്കുന്ന, തം അവനോട്, ആരോട്? അർജുനനോട്, മധുസൂദനൻ ഇതം വാക്യം ഈ വാക്യത്തെ, ഉവാച പറഞ്ഞു. സഞ്ജയൻ പറഞ്ഞു. അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ സഞ്ജയ ഉവാച എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സഞ്ജയ ഉവാച എന്ന് പറയുന്നത്? ഈ യുദ്ധരംഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ
സഞ്ജയൻ അന്ധനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അർജുനൻ തളർന്ന് തേർത്തട്ടിലേക്ക് ഇരുന്നു. പിന്നീട് അവിടെ എന്തുണ്ടായി എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അർജുനനെ കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.